ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 154. അവർ ഹെബ്രോണിലേക്ക് നടക്കുകയാണ്. യൂദാസിന് വലിയ നിരാശയും ദേഷ്യവും. നേരത്തെ നിശ്ചയിച്ചിരുന്നതിന് വിരുദ്ധമായി മേരി നമ്മുടെ കൂടെ വന്നില്ല. എന്നോടിത് ചെയ്യരുതായിരുന്നു. മേരി എന്നോടുകൂടി വരുമെന്ന് വാക്കു പറഞ്ഞിരുന്നതാണ്. എൻ്റെ അമ്മ എത്ര നാളായി കാത്തിരിക്കുന്നു. മേരി ബൽസൂറിൽ താമസിച്ചത് കാരണമുണ്ടായിട്ടല്ലേ? ആ സ്ത്രീ ശരിക്കും സന്തോഷരഹിതയാണ്, തോമസ് പറഞ്ഞു. അല്പാൽപമായി സുഖപ്പെടുത്തുന്നതിന് പകരം ഈശോയ്ക്ക് പെട്ടെന്ന് സുഖപ്പെടുത്താമായിരുന്നു. എനിക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഈശോ മിഴിവുറ്റ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാത്തതെന്ന്. ജെറുസലേമിലെ നമ്മുടെ വാസം എത്ര ആശാഭംഗമായിരുന്നു. വൻ കാര്യങ്ങൾ കൂടുതലായി ആവശ്യമായി വരുമ്പോൾ അവൻ ഇരുട്ടിലേക്ക് പതുങ്ങുന്നു. ഗുരുവിന് പ്രസംഗമല്ലാതെ മറ്റൊന്നുമില്ല. കുറെ കാണാമെന്നും കുറെ പടവെട്ടാമെന്നും ഞാൻ നിശ്ചയിച്ചിരുന്നതാണ്. എൻ്റെ ചോദ്യം ക്ഷമിക്കണേ, നീ എന്ത് കാണാനാണ് ആഗ്രഹിച്ചത്? ആരോട് പടവെട്ടാനാണ് നീ നിശ്ചയിച്ചത്? ജെറുസലേമിൽ അവൻ ജനശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? തോമസ് പൊട്ടിച്ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നു, അവനൊന്നും ചെയ്തിട്ടില്ലേ? ശീലോഹയിലും ഹിന്നോമിലുള്ള കുഷ്ഠരോഗികളോട് ചോദിക്ക്. എന്നാലേ ഹീനോമിൽ ഒരുത്തൻ പോലും കാണുകയില്ല. കാരണം അവരെല്ലാം സുഖം പ്രാപിച്ചു. നിനക്കറിഞ്ഞുകൂടാ, ജെറുസലേമിൻ്റെ താഴ്വരകളും മറ്റനേകം സ്ഥലങ്ങളും സുഖം പ്രാപിച്ച കുഷ്ഠരോഗികളുടെ ഹോസാന വിളികളാൽ പ്രകമ്പനം കൊള്ളുന്നതിൽ നിന്ന് തടയപ്പെട്ടിട്ടില്ല. എത്ര സുന്ദരമായ നേട്ടം! യൂദാസ് അവജ്ഞ കാണിക്കുന്നു. രണ്ടുപേരും ചൂടുപിടിച്ച് സംസാരിക്കുകയാണ്. ഈശോ പുറകിൽ നിന്ന് വരുന്നത് അറിയുന്നില്ല. മേരി യൂദാസിൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലാത്തതിൽ പരിഭവമുണ്ടെന്ന് മനസ്സിലാക്കി കാരുണ്യത്തോടെ സംസാരിക്കുന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞാൽ അത് ചെയ്യുമല്ലോ. നമുക്ക് സാവധാനത്തിൽ പോയാൽ മതി. ഈ ഗ്രാമങ്ങളിലെല്ലാം സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി നമുക്കിവിടെ നിർത്താം. അപ്പോൾ മേരിയും എത്തും. നിന്റെ യൂദായിൽ ഞാൻ സുവിശേഷം അറിയിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? കരയുകയും പെട്ടെന്ന് കോപിക്കുകയും ചെയ്യുന്ന വലിയ ആൺകുട്ടി, നിഴലുകൾ കൊണ്ട് നിന്നെ തന്നെ വിഷമേൽപ്പിക്കുന്നത് എന്തിനാണ്? യൂദാസ് പറയുന്നു, ഞാൻ ചീത്തയാണ്, നീ നല്ലവനും. നിന്റെ നന്മ എന്നെ വല്ലാതെ സ്പർശിക്കുന്നു. യൂദാസിന് സന്തോഷമായി. അമ്മ വീട്ടിൽ ചെല്ലുമെന്നറിഞ്ഞപ്പോൾ ഉത്സാഹത്തോടെ എല്ലാവരുമായി സന്തോഷിക്കുന്നു. അവർ ഹെബ്രോണിലേക്ക് സ്നാപകൻ്റെ വീടിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഹെബ്രോണിനോട് വളരെ അടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു സംഘം ആളുകൾ അവർക്കെതിരെ വരുന്നു. സംശയിച്ച് പരിഭ്രമിച്ച് വന്ന അവർക്ക് ഈശോ പുഞ്ചിരിയോടെ അഭിവാദനം ചെയ്യുന്നത് കണ്ടപ്പോൾ ധൈര്യമായി. സിനഗോഗ് തലവൻ മുൻപോട്ട് വന്നു. ഈശോ ചോദിച്ചു, നിങ്ങളുടെ പട്ടണത്തിൽ കുറച്ച് സമയം തങ്ങുവാൻ ഞങ്ങളെ അനുവദിക്കുമോ? ഗുരു, അങ്ങേക്ക് ഞങ്ങളോട് പിണക്കമില്ലേ? പിണക്കമോ? എന്തിനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തിനാണ് ഞാൻ പിണങ്ങേണ്ടതെന്നും എനിക്കറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾക്ക് വിഷമം വരുത്തി. അറിയാത്ത ഒരു മനുഷ്യനെയാണ് നീ വിഷമിപ്പിച്ചത്. അങ്ങനെ ചെയ്യേണ്ടത് ശരിയാണെന്ന ബോധ്യത്തിലുമാണ് ചെയ്തത്. ഇപ്പോൾ അതേക്കുറിച്ച് പശ്ചാത്താപവും ഉണ്ടായല്ലോ. എന്നാൽ അത് കഴിഞ്ഞുപോയ കാര്യമാണ്. പശ്ചാത്താപം പാപത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് പോലെ തന്നെ വർത്തമാനകാലം ഭൂതകാലത്തെ മായ്ച്ചു കളയുകയുമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അപരിചിതനൊന്നുമല്ലല്ലോ. ഇപ്പോൾ എന്നോടുള്ള മനോഭാവം എന്താണ്? ബഹുമാനത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയുമാണ് കർത്താവേ. നിന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ യോഹന്നാൻ്റെ അടുത്ത് പോയി. അവൻ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എന്താണ് തള്ളിക്കളഞ്ഞതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളെ ശപിക്കുകയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഞാൻ ക്ഷമിക്കുന്നു. ക്ഷമിക്കാനും എളിമയും ശാന്തതയും ഉള്ളവനുമായിരിക്കാനും അവൻ എന്നെ പഠിപ്പിച്ചു. ഞാൻ നിങ്ങളെ നിരസിക്കാതിരിക്കണമെങ്കിൽ മിശിഹായെ സ്നേഹിക്കുവിൻ. അതിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നെ സ്വീകരിക്കുന്ന മറ്റു സ്ഥലങ്ങൾക്ക് നൽകുന്നതെല്ലാം ജോണിൻ്റെ പട്ടണത്തിനും നൽകാനാണ്. എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പറയൂ. ഞങ്ങൾക്കും രോഗികളുണ്ട്. ഞങ്ങൾ അറിവില്ലാത്തവരാണ്. രോഗങ്ങളുടെ മേൽ നിനക്ക് അധികാരമുണ്ട്. നിങ്ങളുടെ രോഗികളെയെല്ലാം എൻ്റെ അടുത്ത് കൊണ്ടുവരിക. കുരികിലിൻ്റെ വേഗതയിൽ ഹെബ്രോണിലെ ജനങ്ങൾ നാനാദിക്കിലേക്കും ഓടി. സിനഗോഗിൻ്റെ തലവനും ഈശോയും ശിഷ്യന്മാരും യോഹന്നാൻ്റെ വീട്ടിലെ ഒരു വള്ളിപ്പന്തലിൻ്റെ തണലിലേക്ക് മാറി. ജനമെല്ലാം വേഗത്തിലെത്തി. അവരുടെ കൂടെ മഞ്ചലെടുത്തിരുന്ന ഒരു തളർവാദ രോഗി, അന്ധയായ ഒരു യുവതി, മൂകനായ ഒരു ബാലൻ, വേറെ രോഗികളും. ഈശോ എല്ലാവരെയും സുഖപ്പെടുത്തുന്നു. ജനക്കൂട്ടത്തിൻ്റെ ഹോസാന വിളികളുടെ ഇരമ്പലാൽ ആ പ്രദേശം പ്രകമ്പനം കൊണ്ടു.
തോമസ് യൂദാസിനെ തറപ്പിച്ചൊന്ന് നോക്കി. യൂദാസിന് കാര്യം മനസ്സിലായി. യൂദാസ് പറയുന്നു, ഞാൻ ഭോഷനായിപ്പോയി, എന്നോട് ക്ഷമിക്കണേ. ഈശോ മോശയെക്കുറിച്ചും ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത നിയമങ്ങളെക്കുറിച്ചും ധാർമ്മിക കുറ്റങ്ങളെക്കുറിച്ചും സ്നാപകനെക്കുറിച്ചുമൊക്കെ അവർക്ക് വളരെയധികം വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഈശോ പ്രസംഗം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തോട്ടിനപ്പുറത്ത് നിന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. മിശിഹ അവിടെ ഉണ്ടോ? അവൻ അവിടെ ഉണ്ടോ? ഉണ്ടെന്ന് കേട്ടപ്പോൾ വികലാംഗനായി ആകെ വളഞ്ഞ് ചുരുണ്ടുപോയ ഒരു മനുഷ്യനെ അവർ കൊണ്ടുവരുന്നു. അവൻ്റെ കൂടെ അവൻ്റെ അമ്മയുമുണ്ട്. ഗുരു ജനിച്ചപ്പോഴേ ഇവൻ്റെ വൈരൂപ്യം കണ്ട് അവളുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോയിക്കളഞ്ഞു. അവൾ പരസഹായം മൂലമാണ് ജീവിക്കുന്നത്. അവൻ പ്രകൃതിയുടെ ഒരു പ്രത്യേക വികൃതി തന്നെ. ഇപ്പോൾ ഈശോയുടെ മുന്നിലുണ്ട്. അവൻ ആകെ ചുരുണ്ടുകൂടിയിരിക്കുന്നതിനാൽ അവൻ്റെ മുഖം കാണാൻ കഴിയുന്നില്ല. മനുഷ്യരൂപം ചേർന്ന ഒരൊട്ടകത്തെ പോലെയാണവൻ. അവൻ്റെ അമ്മ പാവം ഒരു സ്ത്രീ. അവൾ കർത്താവേ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്നുരുവിട്ടുകൊണ്ട് കരയുക മാത്രം ചെയ്യുന്നു. ഈശോയുടെ അരയ്ക്ക് താഴെ മാത്രമേ അയാൾക്ക് പൊക്കമുള്ളൂ. ഈശോ കൈകൾ അവൻ്റെ തോളിൽ വെച്ചുകൊണ്ട് ഇടിനാദം പോലുള്ള ശബ്ദത്തിൽ പറയുന്നു, എഴുന്നേറ്റ് കർത്താവിൻ്റെ വഴിയിൽ നടക്കുവിൻ. ആ മനുഷ്യൻ ഒരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ഏറ്റവും പരിപൂർണനായ ഒരു മനുഷ്യൻ. അവൻ്റെ ചലനങ്ങളെല്ലാം എത്ര വേഗത്തിൽ! അവനെ പിടിച്ചു കെട്ടിയിരുന്ന സ്പ്രിങ്ങുകളെല്ലാം പൊടുന്നനെ പൊട്ടിയതുപോലെ. ഇപ്പോൾ ഈശോയുടെ തോൾ വരെ അയാൾക്ക് ഉയരമുണ്ട്. അനന്തരം മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ പാദം ചുംബിക്കുന്നു. അവൻ്റെ അമ്മയും ഒപ്പം പാദങ്ങൾ ചുംബിക്കുന്നു. ജനക്കൂട്ടത്തിൻ്റെ ബഹളം പറഞ്ഞറിയിക്കാൻ പ്രയാസം. ഈശോ ഹെബ്രോണിൽ താമസിക്കാൻ നിർബന്ധിതനായി. കാരണം ആളുകൾ എല്ലാ കവാടങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈശോ പോകരുതെന്ന് അവർക്ക് നിർബന്ധമായി. അങ്ങനെ ഈശോ സിനഗോഗിൻ്റെ തലവൻ്റെ വീട്ടിലേക്ക് വരുന്നു. ജൂട്ടായിലും ഈശോയ്ക്ക് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. ജൂട്ടായിലെ ആളുകൾ മുഴുവൻ ഈശോയെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. അവരുടെ കൃഷിയുടെ ആദ്യ ഫലങ്ങളും പർവ്വതച്ചരിവുകളിൽ നിന്ന് പറിച്ചെടുത്ത കാട്ടുപൂക്കളും കൊച്ചുകുട്ടികളുടെ ചിരിയും സന്തോഷവും മുതിർന്നവരുടെ ആദരവും എല്ലാം കൊടുത്താണ് സ്വീകരണം. ഈശോ ആംഗ്യം കൊണ്ടും വാക്കുകളിലൂടെയും അവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ സ്നേഹപ്രകടനങ്ങളുടെ തള്ളൽ നിമിത്തം മുന്നോട്ടുള്ള നടപ്പ് സാവകാശത്തിലാണ്. ഈശോ ആ മൈതാനത്തിൽ വെച്ച് അവരോട് സംസാരിക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ ഇടയിൽ രോഗവുമില്ല, മരണവുമില്ല. നിന്റെ അനുഗ്രഹം ഞങ്ങളെ രക്ഷിച്ചു. അതെ, ആരോഗ്യം ഒരു വലിയ കാര്യമാണ്. ഇപ്പോഴത്തെ എൻ്റെ വരവാൽ നിങ്ങളെ അരൂപിയിൽ ആരോഗ്യവാന്മാരാക്കാൻ ഇടയാക്കുന്നതിനാണ് കൂടുതൽ ശ്രമിക്കുക. നിങ്ങളുടെ മക്കളെയും വയലുകൾ, കൃഷികൾ, വീടുകൾ, കാലികൾ, ഫലവൃക്ഷങ്ങൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും ഞാൻ അനുഗ്രഹിക്കുന്നു. വിശുദ്ധമായ രീതിയിൽ അവ ഉപയോഗിക്കണം. അവയ്ക്കായി ജീവിക്കരുത്, എന്നാൽ അവയെക്കൊണ്ട് ജീവിക്കുക. അധികമുള്ളത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ പിതാവിൽ നിന്ന് അളവ് കവിഞ്ഞൊഴുകുന്ന വിധം അനുഗ്രഹങ്ങൾ ലഭിക്കും. സ്വർഗത്തിൽ ഒരു സ്ഥലവും കിട്ടും. ഈശോ അവരെ അനുഗ്രഹിക്കുന്നു. അന്നവിടെ താമസിക്കുന്നു.